ആഗോള സഭാധ്യക്ഷ സ്ഥാനത്തോളം വലിപ്പമുണ്ട് തൃശൂരിന്റെ സ്വന്തം മാർ അപ്രേം തിരുമേനിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം സാംസ്കാരിക നഗരിയിൽ സൃഷ്ടിക്കുന്ന ശൂന്യത നികത്താൻ ആകാത്തതാണ്. സാധാരണക്കാരന്റെ ചിന്തയും ഭാഷയുമായിരുന്നു മാർ അപ്രേം തിരുമേനിയുടെയും മുഖമുദ്ര. അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഭാ പ്രവർത്തനവും. തൃശൂർ വലിയ പള്ളിയുടെയും അരമനയുടെയും അമരക്കാരനായിരിക്കുമ്പോഴും സാംസ്കാരിക നഗരിയുടെ പൊതുമണ്ഡലത്തിൽ സദാ കർമ്മനിരതനായി അപ്രേം തിരുമേനി എന്നുമുണ്ടായിരുന്നു. സരസവും ജീവിതാനുഭവങ്ങളും ഇടകലർത്തിയുള്ള ലളിതമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരെയും പിടിച്ചിരുത്തുന്നതായിരുന്നു. ചരിത്രം ഇഷ്ടവിഷയമാക്കിയ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പുതുതലമുറയ്ക്ക് പുത്തൻ അറിവുകൾ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസുകളിൽ പോലും വൻ സ്വീകാര്യത ലഭിച്ചു. സഭയുടെ മാത്രമല്ല, തൃശൂർ സാംസ്കാരിക നഗരിയായി രൂപാന്തരപ്പെട്ടതുവരെയുള്ള ഏടുകൾ പലപ്പോഴായി സ്വന്തം രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. യാത്രാവിവരണങ്ങളും ജീവിതകഥയും ആത്മകഥയും ഫലിതങ്ങളുമെല്ലാം ആ വലിയ നല്ലിടയന്റെ തൂലികയ്ക്ക് കൂടുതൽ പകിട്ടേകി. തൻ്റെ അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം പുതിയ അറിവുകൾ നേടാൻ വാർദ്ധക്യത്തിന്റെ അവശതകൾ ഒരിക്കലും അദ്ദേഹത്തിന് തടസ്സമായില്ല. അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റുകൾ. ഇതിലൂടെ അറിവിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും ഇതുവഴി അവർക്ക് പ്രചോദനമേകാനും അദ്ദേഹത്തിനായി. സഭയുടെ പാത്രിയാർക്കീസ് പദവിയിലേക്ക് വരെ ഉയർന്നു കേട്ട നാമധേയമായിരുന്നു മാർ അപ്രേമിൻ്റേത്. ഇടക്കാലത്ത് സഭയുടെ താൽക്കാലിക ആഗോള തലവനായും പ്രവർത്തിച്ചു. അങ്ങനെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള അധ്യക്ഷ സ്ഥാനത്തോളം ഉയർന്ന തൃശൂരിന്റെ ഈ അഭിവന്ദ്യ സ്മരണ മായാതെ മങ്ങാതെ എന്നും നിലകൊള്ളും. പ്രണാമം.